ചൈന എന്ത് കരുത്താണ് പാകിസ്ഥാന് നൽകിയത് എന്ന് ഇപ്പോൾ പാകിസ്ഥാന് നല്ലോണം ബോധ്യപ്പെട്ട് കാണും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ, അത് അവന്തിപുര, ശ്രീനഗർ, ജമ്മു, പഠാൻകോട്ട്, അമൃത്സർ, കപൂർത്തല, ജലന്ധർ, ലുധിയാന, ആദംപൂർ, ഭട്ടിൻഡ, ചണ്ഡീഗഡ്, നാൽ, ഫലോഡി, ഉത്തറായ് ആൻഡ് ഭുജ്, അങ്ങനെ ഇത്രയും ഇടങ്ങളിലേക്കാണ് പാകിസ്ഥാൻ ആദ്യം നമ്മുടെ അതിർത്തി മേഖലകളിൽ, ജനവാസ മേഖലകളിലേക്ക് അവർ ആക്രമണം നടത്തിയിരുന്നു. അതിന് പിന്നാലെ സൈനിക കേന്ദ്രങ്ങളെ കൂടി ലക്ഷ്യം വെച്ച് അവർ ആക്രമണം നടത്തിയപ്പോഴാണ് അതിനാണ് നമ്മൾ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ എല്ലാം തകർത്തത്. തുടർന്നാണ് നമ്മൾ ലാഹോറിലേക്കും കറാച്ചിയിലേക്കും റാവൽപിണ്ടിയിലേക്കും ഒക്കെ ഡ്രോണുകളും മിസൈലുകളും വിട്ടത്. 25 മിനിറ്റിൽ ഏകദേശം 24 മിസൈലുകളാണ് അങ്ങോട്ടേക്ക് പതിച്ചതെന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു മിസൈൽ പോലും ലക്ഷ്യത്തിൽ നിന്ന് മറികടന്നു പോയിട്ടില്ല. എവിടെ വീഴണമെന്ന് കരുതിയോ അതേ സ്ഥലത്ത് തന്നെ 1 ഇഞ്ച് വ്യത്യാസമില്ലാതെ ഇന്ത്യയുടെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഡ്രോണുകൾ, സൂയിസൈഡൽ ഡ്രോണുകളായ സ്കൈ സ്ട്രാപ്പ്, അത് എവിടെയൊക്കെ പതിച്ച് സ്ഫോടനം നടത്തുന്നു അതാതിടങ്ങളിൽ വീണ് സ്ഫോടനം നടത്തിയിട്ടുണ്ട് എന്നാണ്. ഒപ്പം തന്നെ പാകിസ്ഥാൻ അധീന കശ്മീരിൽ പലയിടങ്ങളിൽ ഭീകരവാദ കേന്ദ്രങ്ങൾ സജീവമായി നിൽക്കുന്നുണ്ട്. അത് ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ. അതാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അത് തകർത്തുകൊണ്ട് നമ്മൾ മറുപടി നൽകിയതാണ്. പക്ഷെ തുടർന്ന് ഇങ്ങോട്ട് പാകിസ്ഥാൻ മനഃപൂർവ്വം ആ പ്രകോപനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇങ്ങനെ ഒരു കനത്ത പ്രഹരം പാകിസ്ഥാന് നൽകാൻ നമ്മുടെ സേനകൾ നിർബന്ധിതരായത്. ഇതും ഒരു മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പുകൾ പലതും നൽകിയാലും പഠിക്കാത്ത പാകിസ്ഥാന് ഇനിയെങ്കിലും പഠിക്കാൻ അവസരമുണ്ട്. എങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ അവർക്ക് ഏൽക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ മറുപടി കൂടുതൽ കരുത്തുള്ളതായി മാറും. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിൽ എത്രത്തോളം ഭീതി ജനിപ്പിച്ചിട്ടുണ്ട് എന്നറിയണമെങ്കിൽ പാകിസ്ഥാന്റെ പാർലമെന്റ് ഇപ്പോൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാകിസ്ഥാന്റെ പാർലമെന്റ് ചേരുമ്പോൾ മുൻ പാക് സൈന്യത്തിന്റെ ഉന്നത ആളുകളൊക്കെ കരയുകയാണ്. ഇന്ത്യയുടെ ആക്രമണത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പാകിസ്ഥാൻ പാർലമെന്റിൽ അവരുടെ MP-മാർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം രക്ഷിക്കട്ടെ ഞങ്ങളുടെ മണ്ണിനെ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഘട്ടത്തിൽ ഇതൊക്കെ ആലോചിക്കണം. അവതാരകരും ടെലിവിഷൻ അവതാരം നമ്മൾ വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. ഈ ആവേശം എന്നത് രാജ്യത്തോടുള്ള നമ്മുടെ കൂറാണ്. നമ്മുടെ രാജ്യത്തെ പാവം മനുഷ്യരെ കൊന്നു തള്ളിയ ഭീകരവാദികൾക്ക് നമ്മൾ നൽകുന്ന മറുപടിയോട് ഈ നിലയിൽ, ഈ തീവ്രതയിൽ പ്രതികരിച്ചില്ലെങ്കിൽ ഒരു പൗരനെന്ന നിലയിൽ പോലും നമുക്ക് അതിനുള്ള ഉത്തരവാദിത്വം നഷ്ടപ്പെടും. അതേസമയം തങ്ങളുടെ രാജ്യം ഏറ്റുവാങ്ങുന്ന, അല്ലെങ്കിൽ തങ്ങൾ സൃഷ്ടിച്ചു വെച്ച ഈ ഭീകരതയുടെ മറുപടിയായി അവിടെ ഏറ്റുവാങ്ങുന്ന പ്രഹരത്തിൽ കരഞ്ഞു നിൽക്കാനാണ് പാകിസ്ഥാന് കഴിയുന്നത്. ആ കരച്ചിൽ മാറ്റണമെങ്കിൽ അവർ ശ്രമിക്കേണ്ടത് നേരെ വഴിയിലേക്ക് നയിക്കുക എന്നതാണ്. പക്ഷേ അതിനുള്ള സാധ്യത ആ രാജ്യത്തുണ്ടോ എന്നറിയില്ല.